നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അവൻ പ്രാർത്ഥിക്കാൻ പോയതൊന്നും അല്ലല്ലോ, അവൻ എന്തോ പുണ്യപ്രവർത്തിക്ക് പോയതുപോലെയാ സമൂഹത്തിന്റെ പറച്ചിൽ. പാറശാല ഷാരോൺ കൊലക്കേസ് അപൂർവങ്ങളിൽ അത്യപൂർവമല്ലെന്ന് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി കമാൽ പാഷെ. വധശിക്ഷ നൽകേണ്ട കേസല്ലെന്നും പ്രതി അവളായതാണ് പ്രശ്നമെന്നും കമാൽ പാഷെ പറഞ്ഞു വെക്കുന്നു. ഇദ്ദേഹത്തിന്റെ പ്രസ്താവന പുറത്തു വന്നതും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് ഇപ്പോൾ നടക്കുന്നത്. സൈബർ ഇടത്തിൽ കമാൽ പാഷയ്ക്ക് തെറിവിളിയോട് തെറിവിളി. എന്നാൽ അവളെ തന്റെ മകന് കെട്ടിച്ചു കൊടുക്കുന്ന അതിര് കടന്നു പോകുന്ന ചില കമന്റുകളും പൂര തെറിവിളികളും ഒക്കെയാണ് നടക്കുന്നത്. അതായത് ഷാരോൺ കൊലക്കേസ്, അതിൽ വൈകാരികമായാണ് സമൂഹം ഇടപെടുന്നത് എന്നാണ് കമാൽ പാഷെ പറയുന്നത്. ഞാൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ, ഇത്തരം വിഷയങ്ങളിൽ വൈകാരികമായല്ലാതെ സമൂഹം പിന്നെ എങ്ങനെയാണ് ഇടപെടേണ്ടത്? വാളയാർ കേസിലും സിദ്ധാർത്ഥന്റെ മരണത്തിലും ഇതുപോലെയുള്ള വിഷയങ്ങളിലൊക്കെ ജനങ്ങൾ അത് വൈകാരികമായി എടുക്കുകയുള്ളൂ. ഏറ്റവും ഒടുവിലായി നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കേസായിരുന്നല്ലോ നവീൻ ബാബുവിന്റേത്. അതിലൊക്കെ ശരിയാണ്, ജനങ്ങൾ അതെല്ലാം വൈകാരികമായാണ് ഉൾക്കൊള്ളുന്നത്. അതായത് ഇവിടുത്തെ സർക്കാരിലും പോലീസ് സംവിധാനങ്ങളിലും ഒക്കെ വിശ്വാസമില്ലാത്ത വലിയൊരു ജനത കേരളത്തിലുണ്ട്. അവർക്ക് ഒടുവിലത്തെ ആശ്വാസം അത് കോടതികളാണ്. അവിടെ നിന്ന് ഇത്തരത്തിലുള്ള വിധികൾ വല്ലപ്പോഴുമാണ് ഉണ്ടാകുന്നത്. അതായത് ഷാരോൺ കേസിൽ ഒരു തൂക്കുകയർ ആ വിധി ഉണ്ടാകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചതല്ല. പൊടുന്നനെയാണ് ജഡ്ജി കൊലക്കയർ വിധിക്കുന്നത്. അതിനെ എതിർത്തും പിന്തുണച്ചുമൊക്കെ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് രംഗം ആകെ കത്തിച്ചുകൊണ്ട് കമാൽ പാഷയുടെ പ്രതികരണം വന്നത്. എന്നാൽ മലയാളികൾ അദ്ദേഹത്തെ വലിയ രീതിയിൽ എതിർക്കുകയും പച്ചയ്ക്ക് തെറിവിളിക്കുകയുമാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഈ കേസിന്റെ വസ്തുതകൾ പരിശോധിച്ചാൽ വധശിക്ഷ അധിക ശിക്ഷയാണ്. 24 വയസ്സ് മാത്രമാണ് പ്രതിക്ക് പ്രായം. പക്വതയില്ലാത്ത മനസ്സാണ് പെൺകുട്ടിയുടേത്. പ്രണയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലാതെ ആയിപ്പോയി. ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് ലഭിച്ച ശിക്ഷ മേൽക്കോടതിയിൽ നിലനിൽക്കാൻ സാധ്യത കുറവാണ് എന്നാണ് കമാൽ പാഷെ പറയുന്നത്. എന്റെ അഭിപ്രായം വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നറിയാം. ആളുകൾ ചീത്ത വിളിക്കും. കാരണം സമൂഹം ഇത്തരം സംഭവങ്ങളെ അതിവൈകാരികമായാണ് കാണുന്നത്. ആ പെണ്ണിന് അങ്ങനെ തന്നെ കിട്ടണമെന്നും മറിച്ചും പറയുന്നത് കേട്ടു. 2 വർഷത്തിനിടെ എത്ര പെൺകുട്ടികൾ ഇവിടെ ദാരുണമായി കൊല്ലപ്പെട്ടു? സമൂഹം ചിന്തിക്കുന്നുണ്ടോ? പ്രണയം നിരസിച്ചതിനും വിവാഹം നിഷേധിച്ചതിനും എത്ര പെൺകുട്ടികളെ വെട്ടിയും കുത്തിയും കത്തിച്ചും കൊലപ്പെടുത്തിയെന്നും അദ്ദേഹം ചോദിക്കുകയാണ്. ആൺപിള്ളേർ പ്രണയം നടിച്ചു ചെല്ലും. പെൺകുട്ടി താല്പര്യമില്ലെന്ന് പറഞ്ഞാലും പിന്നാലെ നടക്കും. പ്രണയം നിഷേധിച്ചതിന് ഒരുവൻ പാറ്റ്നയിൽ പോയി തോക്ക് വാങ്ങി വന്ന് പെൺകുട്ടിയെ വെടിവെച്ചു കൊന്നു. റോഡിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്നു. ഇതെല്ലാം ഇവിടെ തന്നെയാണ് നടന്നതെന്നും കമാൽ പാഷ പറയുന്നു. ഇത് ചെയ്തവരുടെ പേര് ആരെങ്കിലും ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? ഇവിടെ പ്രതി പെൺകുട്ടി ആയപ്പോൾ സമൂഹത്തിന് സഹിക്കുന്നില്ല. ഇതിനർത്ഥം ഗ്രീഷ്മയെ ന്യായീകരിക്കുന്നുവെന്നല്ല എന്നും കമാൽ പാഷെ പറയുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഗ്രീഷ്മ ചെയ്തത്. അങ്ങേയറ്റത്തെ തോന്നിയാസം. ഒരേ തരം കുറ്റങ്ങളെ 2 കണ്ണുകൊണ്ട് കാണരുത് എന്നാണ് ഞാൻ പറയുന്നത്. അവൾ പുറത്തിറങ്ങിയാൽ സമൂഹത്തിന് ഭീഷണിയാണെന്ന് പറയുന്നു. കാണുന്നവർക്കെല്ലാം അവൾ കഷായം കൊടുക്കുന്നുണ്ടോ? ഈ പെൺകുട്ടിയുടെ അടുത്ത് പോയ പയ്യൻ കഷായം കുടിക്കാനോ പ്രാർത്ഥിക്കാനോ അല്ലല്ലോ പോയത്. പുണ്യപ്രവർത്തിക്ക് പോയ ഒരാളെ കൊലപ്പെടുത്തി എന്ന തരത്തിലാണ് സമൂഹം കാണുന്നത്. അത് വൈകാരിക പ്രതികരണമാണ്. അത് പാടില്ല എന്നാണ് തന്റെ അഭിപ്രായമെന്നും ജസ്റ്റിസ് കമാൽ പാഷെ പറയുന്നു. ഇതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് യോജിക്കുന്നു, പക്ഷെ മറ്റൊരു കാര്യത്തോട് യോജിക്കാനും കഴിയില്ല. ശരിയാണ്, എത്രയോ പെൺകുട്ടികൾ ഇതിനോടകം കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പ്രണയം നിരസിച്ചതിന്റെ പേരിൽ. അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കണം. അതിനുവേണ്ടിയുള്ള നടപടികളാണ് ഭരണകൂടം ചെയ്യേണ്ടത്. പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ സുരക്ഷയില്ല എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? പെൺകുട്ടികൾ അവരെ സ്വയം സംരക്ഷിക്കേണ്ട ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് ഭരണകൂടം ശക്തമായ ഇടപെടലാണ് നടത്തേണ്ടത്. അതുപോലെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു വസ്തുതയും കൂടി ഇവിടെയുണ്ട്. ഇതിനോടകം പെൺകുട്ടികൾ ക്രിമിനലുകളായ എത്രയോ കേസുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പണത്തിനും സെക്സിനും വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളെ പോലും കൊലപ്പെടുത്തിയ, അതിദാരുണമായി കൊലപ്പെടുത്തിയ സംഭവങ്ങൾ.
കൊല്ലത്ത് ഒരു പെൺകുട്ടി സ്വന്തം കുഞ്ഞിനെ കടൽ ഭിത്തിയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയില്ലേ? അവളും ഒരു സ്ത്രീയായിരുന്നു. ജോളി ഒരു സ്ത്രീയാണ്. അവർ ഒരു കുടുംബത്തിലെ എത്ര പേരെയാണ് പണത്തിന് വേണ്ടി കൊലപ്പെടുത്തിയത്? അതുപോലെ എത്രയോ കേസുകൾ. എറണാകുളത്തൊരു പെൺകുട്ടി പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് ഒരു ഫ്ലിപ്കാർട്ടിന്റെ ഒരു കവറിൽ റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തി. അതും കൊലപാതകം തന്നെയല്ലേ? അപ്പോൾ പെൺ ക്രിമിനലുകളുടെയും എണ്ണം കേരളത്തിൽ കൂടി വരികയാണ്. ഒന്നിനെ ഒന്നുകൊണ്ട് നമുക്ക് താരതമ്യപ്പെടുത്തി ആരാണ് നല്ലവർ എന്ന് ഒരു ചർച്ചയല്ല ആവശ്യം. ക്രിമിനലുകളെ ക്രിമിനലുകളായി തന്നെ കാണുക. അതിൽ ജെൻഡർ കലർത്തേണ്ട കാര്യമില്ല. ഒരു ക്രിമിനൽ പ്രവൃത്തി ചെയ്യുന്നത് അത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവർ ചെയ്ത കുറ്റത്തിന് കൃത്യമായ ശിക്ഷ ഉണ്ടാകണം. ഇതുപോലെ ഒരു തെറ്റിനി ആവർത്തിക്കാത്ത തരത്തിലുള്ള കടുത്ത ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണം. ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് കൊലക്കയർ തന്നെയാണ് കിട്ടേണ്ടത്, അതിൽ ഒരു സംശയവുമില്ല. പക്ഷേ നിയമവശങ്ങളൊക്കെ നോക്കുമ്പോൾ നിയമ വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നത് ഹൈക്കോടതിയിൽ ചെല്ലുമ്പോൾ ഈ കഥ ആകെ മാറും എന്ന് തന്നെയാണ്. അതെന്തോ പിന്നീടുള്ള ഒരു കാര്യമാണല്ലോ. പക്ഷെ ഇപ്പോൾ കമാൽ പാഷ പറയുന്ന ഈ കാര്യത്തോട് യോജിക്കാൻ പറ്റുന്നതല്ല. ആ പെൺകുട്ടിയുടെ പ്രായം പരിഗണിച്ചില്ല. എന്തിനാണ് അവളുടെ പ്രായം പരിഗണിക്കേണ്ട കാര്യം എന്താണ്? 24 വയസ്സുകാരി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണോ ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി ചെയ്തത്? അതായത് ഒരു കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി. അപ്പോൾ അത്രത്തോളം പക്വതയൊക്കെ അവൾക്കുണ്ട്. ഒരു മനുഷ്യനെ പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തുകയാണ് ഗ്രീഷ്മ ചെയ്തത്. അത് ഒരു 24 വയസ്സുകാരി ചെയ്തു എന്ന് കേട്ടപ്പോൾ ആദ്യം കേരളം ഞെട്ടിയതാണ്. പക്ഷേ 18ഉം 10ഉം 15ഉം വയസ്സുള്ള കുട്ടികൾ പോലും ഇപ്പോൾ പല ക്രൈമും ചെയ്യുന്നുണ്ട്. പിന്നെ കമാൽ പാഷ പറഞ്ഞ മറ്റൊരു കാര്യം, അവൻ പുണ്യപ്രവർത്തിക്കല്ല പോയത് എന്ന് ശരിയാണ്. പക്ഷേ അവനെ പല ആവർത്തി വിളിച്ചു. അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവനെ വിളിച്ചു വരുത്തുന്നത്. അതും ഒരു ക്രൈം തന്നെയല്ലേ? അതായത് അവന്റെ ബലഹീനത മുതലെടുത്തുകൊണ്ട് അവനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് ചാറ്റ് ചെയ്ത് പ്രലോഭിപ്പിച്ച് വിളിച്ചു വരുത്തുന്നു. അപ്പോൾ അവളുടെ പക്വതയല്ല പ്രശ്നം. പിന്നീട് കമാൽ പാഷ പറയുന്ന ഒരു വാദം, അവൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലല്ലോ എന്ന്. ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നുള്ളത് കൊണ്ട് അവർ ചെയ്ത ക്രൈമിനെ ന്യായീകരിക്കുകയാണോ ചെയ്യുന്നത്? ഉത്ര വധക്കേസിൽ ഉത്രയുടെ ഭർത്താവായിരുന്ന ആൾക്ക് കൊലക്കയർ വിധിക്കാത്തതിൽ കേരളത്തിന് വലിയ അമർഷമുണ്ടായിരുന്നു. അന്നും കോടതി പറഞ്ഞ ഒരു വാദമുണ്ട്, അയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തത് കൊണ്ടും പ്രായം പരിഗണിച്ചുമാണ് കൊലക്കയർ കൊടുക്കാത്തതെന്ന്. അതൊരു ന്യായമേ അല്ല. അത് കേരളത്തിന് ദഹിക്കില്ല. കാരണം അവർ ചെയ്ത ക്രൈമാണ് അവിടെ നോക്കേണ്ടത്. ഇന്നിപ്പോൾ ഗ്രീഷ്മയുടെ കാര്യത്തിൽ ജഡ്ജി പറഞ്ഞ ഒരു വാദമുണ്ട്. അതായത് ആ പെൺകുട്ടിയുടെ പ്രായമോ മറ്റൊന്നും തന്നെ ഞാൻ പരിഗണിക്കുന്നില്ല, ഞാൻ കാണുന്നത്, കോടതി കാണുന്നത് അവൾ ചെയ്ത കുറ്റകൃത്യം മാത്രമാണ് എന്ന്. കോടതികൾ ഇനിയെങ്കിലും അവർ ചെയ്ത ക്രൈമിന് മാത്രം പരിഗണന കൊടുക്കുക, അതിനനുസരിച്ചുള്ള ശിക്ഷ വിധിക്കുക. അല്ലാതെ അവൾ മിടുക്കിയാണ്, റാങ്ക് ഹോൾഡർ ആണ് എന്നുള്ളതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. എന്തിനാണ് ഗ്രീഷ്മയെ ഇങ്ങനെ ഇക്കൂട്ടരെല്ലാവരും ചേർന്ന് പൊതിഞ്ഞു പിടിക്കുന്നത്? പിന്നെ കമാൽ പാഷ പറയുന്നുണ്ട്, അവൻ അവളെ ബ്ലാക്ക് മെയിൽ ചെയ്തു, അവർ ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ഒക്കെ കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന്. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ മരണക്കിടക്കയിൽ പോലും അവന് സംശയം തോന്നിയിട്ട് അവൾ തനിക്ക് കഷായം തന്നു എന്ന് പറഞ്ഞില്ല. അവസാന നിമിഷം വരെയും അവളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് ഷാരോൺ നടത്തിയത്. പോലീസ് മരണമൊഴി എടുക്കുന്ന സമയത്തും അവന്റെ നാവിൽ നിന്ന് ഗ്രീഷ്മയുടെ പേര് വന്നില്ല. അച്ഛനോട് മാത്രമാണ് അവൻ പറഞ്ഞത്, അവൾ എനിക്ക് കഷായം തന്നിരുന്നു എന്ന്. അങ്ങനെ ആണെങ്കിൽ അവളെ കൊടുക്കാൻ അവന് 11 ഇടയ്ക്ക് എത്രയോ സമയമുണ്ടായിരുന്നു. 11ാമത്തെ ദിവസമാണ് കഷായം തന്ന കാര്യം അവൻ പറയുന്നത് പോലും. അപ്പോൾ എല്ലാം അവളെ സംരക്ഷിക്കാനാണ് അവൻ ശ്രമിച്ചത്. പിന്നെ ഗ്രീഷ്മയുടെ വക്കീൽ പറഞ്ഞതുപോലെ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തെന്നോ അവളെ മർദ്ദിച്ചതിനോ ഒന്നും തന്നെ തെളിവ് സമർപ്പിക്കാൻ ഗ്രീഷ്മയുടെ അഭിഭാഷകന് കഴിഞ്ഞിട്ടില്ല. കമാൽ പാഷ പറയുന്നത് വീണ്ടും കേട്ടു നോക്കുക. ആ പെൺകുട്ടിയുടേത് ചെറിയ പ്രായമാണ്, അത് പരിഗണിക്കണം. മനംമാറ്റത്തിനും നല്ല നടപ്പിനും സാധ്യതയുണ്ടോ എന്ന് വധശിക്ഷ വിധിക്ക് മുൻപ് പരിഗണിക്കണമായിരുന്നു എന്നൊക്കെ ഗ്രീഷ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കമാൽ പാഷ പറയുന്നതാണ് മലയാളികളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ കൂട്ടത്തോടെ കയറി അദ്ദേഹത്തിന് പൊങ്കാലയിടുന്നത്. കമാൽ പാഷയുടെ ഈ പ്രസ്താവനയിൽ മറ്റൊരാൾ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്.
അത് ഒന്ന് നോക്കാം. ആ പോസ്റ്റ് ഇപ്പോൾ വൈറലാകുന്നുണ്ട്. ഒരു പ്രമുഖ റിട്ടയർഡ് ജസ്റ്റിസ് മാധ്യമങ്ങളിലൂടെ ഗ്രീഷ്മയുടെ വധശിക്ഷയെ പറ്റി അഭിപ്രായം പറഞ്ഞത് കാണാനിടയായി. ഒന്ന്, ഗ്രീഷ്മ ഇമ്മച്ചോർഡ് മൈൻഡുള്ള കുട്ടി ആയതുകൊണ്ട് പറ്റിപ്പോയതാണ്. രണ്ട്, അവൻ അവിടെ പോയത് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ. മൂന്ന്, വധശിക്ഷ വിധിക്കാൻ മാത്രം റയറസ്റ്റ് എമംഗ് റയറസ്റ്റ് കേസ് ഒന്നുമല്ല ഇത്. 4, PGക്ക് 90% മാർക്കോടുകൂടി പാസ്സായ പെൺകുട്ടിയാണ് ഗ്രീഷ്മ. റിട്ടയർ ആയതിനു ശേഷം അദ്ദേഹം സ്ഥിരമായി ഇത്തരത്തിലുള്ള പ്രസ്താവനകളിലൂടെ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. ഈ അഭിപ്രായ പ്രകടനം കൊണ്ട് ശരിക്കും എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? അഥവാ എന്ത് സന്ദേശമാണ് അദ്ദേഹം സമൂഹത്തിന് മുന്നിലേക്ക് വെക്കാൻ ആഗ്രഹിച്ചത് എന്നൊന്നും എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല. വിശേഷിച്ച് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത നമ്മളെ പോലുള്ള സാധാരണക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായ പ്രകടനം നടത്തുന്നത് പോലെയല്ല നീതിന്യായ സംവിധാനത്തിന്റെ മേൽത്തട്ടിൽ ഇരുന്നിട്ട് വിരമിച്ച ഒരാൾ വായ തുറക്കുന്നത്. എത്രയോ ജഡ്ജിമാർ വിരമിച്ചിട്ടുണ്ട്. അവർ ആരും തന്നെ നിലവിൽ സർവീസിലുള്ള മറ്റൊരു ജഡ്ജിയുടെ വിധിന്യായത്തെ ഇങ്ങനെ വിമർശിച്ചു കണ്ടിട്ടില്ല. അസൂയയും തമ്മിൽ തല്ലും തൊഴുത്തിൽ കുത്തുമൊക്കെ രാഷ്ട്രീയം ഉൾപ്പെടെ സകലമാന മേഖലകളിലും ഉള്ളതാണെന്നും അവിടെയൊക്കെ അങ്ങനെ ആകാമെന്നും ഒക്കെയുള്ള ഒരു പൊതുജന സമ്മതി രൂപപ്പെട്ടിട്ട് കാലങ്ങളായി. അവിടെയും സാമാന്യ ജനങ്ങൾ ഒഴിച്ചു നിർത്തിയിരുന്ന ഒരു മേഖലയാണ് ജുഡീഷ്യറി. ചില സമയങ്ങളിൽ പൊതു താല്പര്യത്തിന് പൊതുധാരണയ്ക്ക് വിപരീതമായ വിധികളൊക്കെ വരുമ്പോൾ ചെറിയ അമർഷമൊക്കെ പ്രകടിപ്പിക്കാറുണ്ട്. എങ്കിലും പൊതുവെ ജനങ്ങൾക്ക് ജുഡീഷ്യറിയോട് നല്ല ബഹുമാനമാണ്. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുക വഴി ജുഡീഷ്യറിക്ക് തന്നെ കളങ്കം വരുത്തുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിയന്ത്രിക്കാൻ ബാധ്യതപ്പെട്ടവർ നിയന്ത്രിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതല്ല, ഇതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിലാണ് വരുന്നതെങ്കിൽ ഇതുപോലെ വല്ലതുമൊക്കെ വിളിച്ചു പറയുന്ന സാധാരണ ജനങ്ങൾക്കെതിരെ ദയവ് ചെയ്ത് ഇനി മേലാൽ കോടതി അലക്ഷ്യത്തിന് കേസ് എടുക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതായിരുന്നു അദ്ദേഹം ജസ്റ്റിസ് കമാൽ പാഷയ്ക്ക് കൊടുത്ത മറുപടി. എന്തായാലും കമാൽ പാഷയെ വലിയ രീതിയിൽ ഇപ്പോൾ സൈബർ ഇടത്തിൽ അടിയിരന്ന് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.